നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കലയിൽ ട്രെയിനിൽ നിന്നും യാത്രക്കാരിയെ താഴെ തള്ളിയിട്ട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ചില ചോദ്യങ്ങൾ ആശങ്ക ഉയർത്തുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മദ്യപർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കുമെല്ലാം ഒരു പരിശോധനയുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനമായി ട്രെയിനുകൾ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. പേരിനു പോലും ഇത്തരക്കാരെ പരിശോധിക്കാൻ സംവിധാനങ്ങളില്ല എന്നാണ് സ്ഥിരം യാത്രക്കാർ പറയുന്നത്. ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ വേണമെന്ന ആവശ്യം അതും നടപ്പിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ട്രെയിനിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ്. നമുക്കറിയാം, ഷൊർണൂറിലെ യാത്രക്കാരിയെ ഗോവിന്ദചാമി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമുക്ക് മുന്നിൽ ഒരു പാഠമായി നിന്നിട്ടും അത്തരത്തിൽ, അതായത് ട്രെയിനിൽ നിന്ന് വീണ്ടും ഒരു പെൺകുട്ടിയെ തള്ളിയിടുന്ന തരത്തിലൊരു സംഭവം വീണ്ടും അരങ്ങേറിയിരിക്കുന്നു. ഭയാനകമായ ക്രൂരമായ സംഭവം. സോനു എന്ന 19-കാരിയെയാണ് പ്രതി തള്ളിയിട്ടത്. അതായത് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് താൻ ഇത് ചെയ്തു എന്നത് അയാൾ പറയുന്നുണ്ട്. വഴിയിൽ നിന്ന് മാറാത്തത് കൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നതടക്കമുള്ള കുറ്റസമ്മതമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ, അതായത് സോനുവിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചനയും തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷെ തലനാരിഴിക്കാണ് ആ പെൺകുട്ടി ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നടുക്കം മാറാതെ അർച്ചന ഇപ്പോഴും നിൽക്കുകയാണ്. സോനുവിനെ ചവിട്ടി താഴെയിട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെയും തള്ളിയിടാൻ അയാൾ ശ്രമിച്ചു എന്നാണ് അർച്ചനയുടെ വെളിപ്പെടുത്തൽ. ചവിട്ടുപടിയിൽ പിടിച്ചു നിൽക്കാനായതുകൊണ്ടും മറ്റ് യാത്രക്കാർ ഇടപെട്ടതുകൊണ്ടുമാണ് താൻ താഴെ വീഴാതിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുമ്പോൾ, അതായത് ഈ സംഭവങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് അർച്ചന പറയുമ്പോൾ അർച്ചനയുടെ മനസ്സ് ആ ഒരു ഭയം അപ്പോൾ ആ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. എറണാകുളത്ത് ഭർത്താവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു സോനുവും അർച്ചനയും ഇന്നലെ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരുമിച്ചായിരുന്നു യാത്ര തുടങ്ങിയത്. ജനറൽ കോച്ചിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ട്രെയിനിന്റെ പുറകിലുള്ള ജനറൽ കോച്ചിൽ കാര്യമായ പ്രകോപനമൊന്നുമില്ലാതെ പ്രതി ആക്രമിക്കുകയായിരുന്നു. അതായത് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിടുകയായിരുന്നു. സോനുവിനെ തള്ളിയിട്ടപ്പോൾ ബഹളം വച്ചതിനാണ് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചതെന്നും ചവിട്ടുപടിയിൽ പിടിച്ചു നിന്ന തന്നെ യാത്രക്കാർ അപായചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയ ശേഷം രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും അർച്ചന പറഞ്ഞു. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോനുവിന്റെ CT സ്കാൻ പരിശോധന നടത്തി ആന്തരിക രക്തസ്രാവമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. നേരത്തെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. എന്തായാലും വളരെ നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. ബാത്റൂമിൽ പോയ ശേഷം ഇറങ്ങിയപ്പോൾ ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് പരിക്കേറ്റ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു പ്രതിയുടെ ആക്രമണം. ശ്രീകുട്ടിയെ ചവിട്ടി താഴെയിട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചു. ചവിട്ടുപടിയിൽ പിടിച്ചു നിൽക്കാനായതുകൊണ്ടും മറ്റ് യാത്രക്കാർ ഇടപെട്ടതുകൊണ്ടുമാണ് താഴെ വീഴാതെ താൻ രക്ഷപ്പെട്ടത്. ശ്രീകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അർച്ചന ട്രെയിനിൽ നേരിട്ട ദുരനുഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്നുണ്ട് ആ പെൺകുട്ടി ആ ഭയാനകമായ സംഭവങ്ങളൊക്കെ വളരെ ഭയത്തോടെ തന്നെ, ആ ഭയങ്ങൾ കണ്ണിൽ നിന്ന് മാറാതെ തന്നെ ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 19-കാരി വെന്റിലേറ്ററിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിരുന്നു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് പെൺകുട്ടിക്ക്. യുവതിയെ തള്ളിയിട്ട പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർക്കല അയന്തി ഭാഗത്ത് വെച്ചായിരുന്നു യുവതികൾക്ക് നേരെ അതിക്രമമുണ്ടായത്. ആലുവയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നതെന്ന് അർച്ചന പറഞ്ഞു. കാര്യമായ പ്രകോപനമൊന്നും ഇല്ലാതെ എന്തിന് പ്രതി ഇക്കാര്യം ചെയ്തു എന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. സോനുവിനെ തള്ളിയിട്ടപ്പോൾ അർച്ചന ഒരുപാട് ബഹളം വെച്ചു. അങ്ങനെയാണ് ചുറ്റുമുള്ളവർ ഓടിയെത്തിയത്. അവരുടെ ഇടപെടലും വളരെ വേഗത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത് തടയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും അപായചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയ ശേഷം അർച്ചനയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. പക്ഷെ സോനു അപ്പോഴേക്കും കുറ്റിക്കാട്ടിലേക്കാണ് വീണത്. അബോധാവസ്ഥയിലാണ് സോനുവിനെ കണ്ടെത്തിയത്. എന്തായാലും ഈ പ്രതി സുരേഷും അതുപോലെ തന്നെ 19 വയസ്സുകാരി സോനയും തമ്മിൽ യാതൊരു മുൻപരിചയവുമില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആക്രമിച്ചു അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ പലരും ഉന്നയിച്ച ചോദ്യമാണ്, പരിചയമുള്ള ആളാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ അത് ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. പക്ഷേ യാതൊരു പരിചയവുമില്ല. ഇവർക്കിടയിൽ നേരിട്ട് പരിചയമൊന്നും തന്നെയില്ല. പ്രകോപനവും ഒന്നുമില്ലാതെ ചെയ്ത ഒരു കൊടുംക്രൂരത. ശുചിമുറിയിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങിയപ്പോൾ സുരേഷ് പുറകിൽ നിന്ന് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു. ഇരുവരും തമ്മിൽ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല എന്നും ദൃക്സാക്ഷിയും പെൺകുട്ടിയുടെ സുഹൃത്തുമായ അർച്ചന പറഞ്ഞു.
എന്തായാലും ഈ അർച്ചനയെ അയാൾ തള്ളി താഴെയിടുമായിരുന്നു. പക്ഷേ മറ്റൊരു യാത്രക്കാരൻ ഓടി വന്നതുകൊണ്ടാണ് അർച്ചനയെ രക്ഷിക്കാൻ സാധിച്ചത്. സുരേഷ് സ്ഥിരം മദ്യപാനിയാണ് എന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ മദ്യപാനം കാരണം ഭാര്യ മക്കളുമൊത്ത് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. കമ്പിവേലി കെട്ടുന്നതാണ് ഇയാളുടെ ജോലി. തൊഴിൽ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പെൺകുട്ടിയോട് കണ്ണില്ലാ ക്രൂരത കാണിച്ചത്. തിരുവനന്തപുരം പനച്ചമൂട് വേങ്കോട് സ്വദേശിയാണ് സുരേഷ്. താൻ മദ്യപിച്ചുവെന്ന് സുരേഷ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും താൻ ചവിട്ടിയിട്ടില്ലെന്നും യുവതികൾ ഭ്രാന്ത് പറയുന്നെന്നുമാണ് ഇയാൾ മാധ്യമങ്ങളെ നോക്കി ആദ്യമൊക്കെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതായത് താനല്ല ഈ ക്രൂരത ചെയ്തത്, ഒരു ബംഗാളിയാണ് ഈ ക്രൂരത ചെയ്തത് എന്ന അഭിനയമായിരുന്നു ഇയാൾ ആദ്യം കാഴ്ചവെച്ചത്. പിന്നീട് പോലീസ് ചോദ്യം ചെയ്തതോടെ ഇയാൾ സത്യങ്ങളൊക്കെ സമ്മതിക്കുകയായിരുന്നു. കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ നടുക്കമുണ്ടാക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ആലുവയിൽ നിന്ന് കയറിയ 2 യുവതികളിൽ ഒരാളെയാണ് മധ്യലഹരിയിൽ സുരേഷ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. യുവതിയുടെ അതിക്രമം കാണിച്ച ശേഷം ട്രെയിനിൽ നിന്നിറങ്ങിയ അക്രമിയെ നാട്ടുകാർ തടഞ്ഞു വെച്ച് റെയിൽവേ പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു. പെയിന്റ് തൊഴിലാളിയാണ് പ്രതി. ഇയാൾ ട്രെയിനിൽ വെച്ച് മദ്യപിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്നാൽ മദ്യപിച്ച് ബോധമില്ലാതെ തന്നെയാണ് ട്രെയിനിൽ കയറിയത്. അന്നേരം മുതൽ ഇയാൾ അപമര്യാദയായി പെരുമാറിയിരുന്നെന്ന് ട്രെയിനിലെ യാത്രക്കാരിയായ അർച്ചന വ്യക്തമാക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 8:30 വർക്കല സ്റ്റോപ്പിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്ന ശ്രീകുട്ടിയും സുഹൃത്തായ യുവതിയും ടോയ്ലറ്റിലേക്ക് പോയി. ശ്രീകുട്ടിയെ വാതിലിന് സമീപം നിർത്തി യുവതി ടോയ്ലറ്റിൽ കയറി. ഇവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോഴേക്കും അർച്ചന ബഹളം വയ്ക്കുന്നു. അയാൾ ഉടനെ അർച്ചനയ്ക്ക് നേരെ തിരിയുന്നു. ഇവരെയും കയ്യിൽ കടന്നു പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു. പക്ഷേ യുവതി കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസിൽ വിവരം അറിയിച്ചത് മറ്റ് യാത്രക്കാരാണ്. വാതിലിന് സമീപം ശ്രീകുട്ടി നിന്നത് ഇഷ്ടപ്പെടാത്തതാകാം ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വഴിയിൽ കയറി വഴിയിൽ നിന്ന് മാറാത്തത് കൊണ്ടാണ് താൻ തള്ളിയിട്ടതെന്ന് നിസ്സാരമായി പ്രതി പറയുകയാണ്. എന്തായാലും ഈ പ്രതിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾ മുൻപ് സമാനമായ ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. യാത്രക്കാർ തന്നെ പ്രതിയെ കീഴ്പ്പെടുത്തി കൊച്ചുവേളിയിൽ ട്രെയിനിലെത്തിയപ്പോൾ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നതാണ് വിവരം. എന്തായാലും സംഭവം അറിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഐന്തി പാലത്തിന് സമീപം കുറ്റിക്കാട്ടിൽ യുവതി അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയം കൊല്ലം ഭാഗത്തേക്ക് പോയ മെമുവിൽ കയറ്റി വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. താനല്ല ഒരു ബംഗാളിയാണ് കുറ്റം ചെയ്തതെന്നായിരുന്നു പ്രതി സുരേഷ് കുമാർ ആദ്യം പറഞ്ഞത്. പിന്നീട് ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. എന്നാലും പ്രതിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ആന്തരിക രക്തസ്രാവമുണ്ട് പെൺകുട്ടിക്ക്. 48 മണിക്കൂറോളം പെൺകുട്ടി നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. എന്തായാലും പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ട്രെയിനിന്റെ വാതിലിന്റെ അടുത്തു നിന്നും പെൺകുട്ടികൾ മാറാത്തത് പ്രകോപിപ്പിച്ചു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടിയെ മുൻപരിചയമില്ലെന്നും മദ്യലഹരിയിലായിരുന്നുവെന്നും പ്രതി സമ്മതിച്ചു. എന്തായാലും മുൻകാല പശ്ചാത്തലം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെയിനിന്റെ സമീപത്ത് നിന്ന് മാറാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായൊരു സംഭവം, വളരെ നടുക്കുന്ന ഒരു സംഭവം ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഷൊർണൂരിൽ ആ സംഭവത്തിന് ശേഷം ട്രെയിനിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക്, അത് പ്രത്യേകിച്ചും ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം സുരക്ഷ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സുരക്ഷ നൽകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന ഒരു ആവശ്യത്തിലേക്ക് ഈ ഒരു സംഭവം മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.